ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 24, 25, 26 തീയതികളിൽ ഓൺലൈൻ സ്റ്റുഡൻസ് ക്യാമ്പ് നടത്തുന്ന വിവരം ഏവരെയും അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 24 തീയതി വൈകുന്നേരം കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി തോമസ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വചന പഠനം, ഗാന പരിശീലനങ്ങൾ, ഗാന ശുശ്രൂഷ, ഗെയിമുകൾ, ക്രാഫ്റ്റുകൾ തുടങ്ങി കുട്ടികൾക്ക് വിനോദവും ആത്മീക ഉത്തേജനവും പകരുന്ന വിവിധ സെഷനുകളും പ്രോഗ്രാമുകളും ഈ ക്യാമ്പിലുണ്ടായിരിക്കുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, മുതിർന്ന കുട്ടികൾക്കായും ചെറിയ കുട്ടികൾക്കായും വ്യത്യസ്തമായ സെഷനുകൾ ക്രമീകരിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും സഭാ വ്യത്യാസമില്ലാതെ എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും ഈ ക്യാമ്പിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരെ, എല്ലാവരും ക്ഷേമമായിരിക്കുന്നോ? എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലും കർത്താവ് സഹായിക്കട്ടെ. പഠിക്കുന്ന പാഠങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ എല്ലാവരും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, കൂട്ടുകാരെല്ലാം ദൈവം ബലപ്പെടുത്തട്ടെ. നാം കഴിഞ്ഞ 2 പാഠങ്ങളിൽ ദാവീദ് എന്നുള്ള പാഠങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് ആരംഭകാലം, അതിനുശേഷം നാം പഠിച്ചു ദാവീദ് അഭിഷിക്തൻ, വനാന്തരങ്ങളിൽ. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാഠങ്ങളായിരുന്നല്ലോ. കൂട്ടുകാർക്കെല്ലാം അത് വളരെ സന്തോഷവും അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. നാം ഇന്ന് ദാവീദ് എന്നുള്ള വിഷയം തന്നെ 3ാമത്തെ ഒരു ഭാഗമായിട്ട് നാം കടന്നു വരികയാണ്. 32ാമത്തെ പാഠം, ദാവീദ് രാജാവാകുന്നു. ഡേവിഡ് ബിക്കംസ് കിങ്. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാഠമാണ് നാം പഠിക്കുവാനായിട്ട് കടന്നു വരുന്നത്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധാലുക്കളായിട്ട് ബൈബിളും ടെക്സ്റ്റ് ബുക്കുമൊക്കെ എടുത്ത് ആയിരിക്കുവാനും പ്രത്യേകാൽ ആർപ്പിക്കുന്നു. എന്താ കുഞ്ഞുങ്ങളെ രാജാവാകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതുവരെ രാജാവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പാഠമാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. രാജാവിൻ്റെ കിരീടം, ചെങ്കോല്, വസ്ത്രങ്ങൾ, ആ നിലയിലൊക്കെയുള്ള രാജകീയമാകുന്ന കസേരകൾ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. എന്നാൽ ഈ പാഠത്തിൽ നാം കഴിഞ്ഞ 2 പാഠങ്ങളിൽ പഠിച്ചതിന് വ്യത്യസ്തമായിട്ടൊരനുഭവമായിട്ട് നാം കടന്നു വരുന്നത് 3 അഭിഷേകങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തേത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതോടുകൂടി നമ്മുടെ ക്ലാസ് ആരംഭിക്കുവാനും ഇടയാകട്ടെ. ഒരാട്ടിടയ ബാലനായിരുന്നപ്പോൾ തന്നെ ദൈവത്താൽ നിയോഗത്താൽ ശൗമേൽ പ്രവാചകൻ അഭിഷേക തൈലം തലയിൽ ഒഴിച്ചെന്ന നമ്മൾ ആരംഭ പാഠത്തിൽ, ദാവീദിൻ്റെ ആരംഭ പാഠത്തിൽ നാം പഠിച്ചു. ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ.
ആദ്യത്തെ അഭിഷേകമാണ് ദാവീദിനുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ അഭിഷേകത്തിന് ശേഷമായിട്ട് കൊട്ടാരത്തിൽ കിന്നരം വായിക്കുന്നതും അതിനുശേഷമായിട്ട് ശൗലിനുള്ള ബന്ധത്തിൽ ശത്രുത്വവും, കിളിവാതിൽ നോടി വനാന്തരങ്ങളിലൂടെയും കാടുകളിലൂടെ യാത്ര ചെയ്ത് ഗുഹകളിൽ, വയലുകളിൽ പലയിടങ്ങളിൽ ഒളിച്ചിരുന്ന അനുഭവങ്ങളൊക്കെ നാം പഠിക്കുവാനിടയായി. അങ്ങനെ ശൗലിനെ ഭയന്ന് ഓടി നടന്ന അനുഭവങ്ങളിൽ നിന്നും തനിക്കൊരു മാറ്റം ദൈവം കൊടുക്കുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ആ പാഠഭാഗത്തെ 6 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് സാർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, പാഠഭാഗങ്ങൾ, വായന ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം. ഈ പാഠത്തിൻ്റെയും പ്രത്യേകത അങ്ങനെയാണ്. വായന ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാകുകയുള്ളൂ. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലെ 27 മുതൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പാഠഭാഗത്തിലെ ആദ്യ വിഷയമെന്ന് പറയുന്നത് ദാവീദ് ശത്രുരാജ്യത്ത് അംഗരക്ഷ മേധാവി ആകുന്നു. അതാണ് നിങ്ങളുടെ പാഠഭാഗത്തിൽ ആദ്യം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഡേവിഡ് ബിക്കംസ് ചീഫ് ഓഫ് ഗാഡ് ഇൻ ദ എനിമി കൺട്രി. ശത്രുരാജ്യത്തെ അംഗരക്ഷകനായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ മേധാവിയുടെ അംഗരക്ഷകനായിട്ട് കടന്നു വരുന്ന ഭാഗമാണ് ആദ്യത്തെ ഭാഗം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചല്ലോ, ദാവീദ് ശൗലിന് മാപ്പ് കൊടുക്കുന്നു. തനിക്ക് ആക്രമിക്കാൻ അവസരം കിട്ടിയപ്പോഴൊന്നും ആക്രമിച്ചില്ല. പ്രത്യേകിച്ച് എൻഗദി, ഹഗീല കുന്ന്, അവിടെ വെച്ചൊക്കെ ആക്രമിക്കുവാൻ അവസരം കിട്ടിയില്ലേ? പിടിച്ചുകൊണ്ടു പോകുവാനൊക്കെ അവസരം കിട്ടിയിട്ടും ശൗലിനെ വെറുതെ വിടുവാനിടയായി തീർന്നു. അതേ തുടർന്ന് ശൗൽ എന്ത് ചെയ്തു? ശൗല് ദാവീദുമായിട്ടുള്ള ആ പിണക്കങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ മാറി കുറേ നാളത്തേക്ക് ഒഴിഞ്ഞു നിന്നുവെന്നെ കാണുവാനിടയായിത്തീരുന്നു. ആ സന്ദർഭത്തിൽ ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? തനിക്ക് പൂർണ്ണമായൊരു വിശ്വാസം ശൗലിലില്ലായിരുന്നു. അത് നിമിത്തമായിട്ട് താൻ അവിടെ നിന്ന് ഓടിപ്പോകുവാനായിട്ടും ഗത്ത് രാജാവ്, അല്ലെങ്കിൽ ഫെലിസ്ത്യ രാജ്യത്തെ രാജാവാകുന്ന ആക്കീഷിനെ അഭയം പ്രാപിച്ചുവെന്ന് കാണുന്നു. 600 പേരുമായിട്ടാണ് താൻ പോയി അവിടെ ഗത്ത് രാജാവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആക്കീഷ് രാജാവിന് സന്തോഷമായി സിക്ലാഗ് എന്ന് പറയുന്ന ആ പട്ടണം ദാവീദിനെ കൊടുക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. ഗത്ത് രാജാവിന് സന്തോഷമായ കാര്യം എന്താണെന്നറിയാമോ? ആക്കീഷിൻ്റെ അല്ലെങ്കിൽ ഗത്ത് രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള അതിൻ്റെ അയൽ പ്രദേശങ്ങളിലെ മറ്റ് ശത്രുരാജ്യങ്ങളെ ദാവീദ് ആക്രമിക്കുവാനും അത് ആക്കീഷിന് സുരക്ഷിതത്വമാകുവാനും ഇടയായിത്തീർന്നു. അതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു ആക്കീഷ് രാജാവിന് ദാവീദിനുള്ള ബന്ധത്തിൽ വലിയ താല്പര്യമായി. അതുകൊണ്ടാണ് തന്നെ അംഗരക്ഷകർക്ക്, അല്ലെങ്കിൽ തൻ്റെ അംഗരക്ഷകരായിരുന്ന അവരുടെ മേലധികാരിയായിട്ട്, ഒരു ചീഫ് ഗാർഡായിട്ട് ആരെ മാറ്റി കുഞ്ഞുങ്ങളെ? ദാവീദിനെ ശത്രുരാജ്യത്തെ രാജാവ് തന്നെയായിരുന്ന ഗത്തിലെ രാജാവായ ആക്കീഷ് രാജാവ് മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ആ ഭാഗം മനസ്സിലായല്ലോ? സാർ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. അവിടെ ഇങ്ങനെ കാണുന്നത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദാവീദിന് എതിരാകുന്നു. ഫിലിസ്ത്യൻസ് ടേൺ അഗൈൻസ്റ്റ് ഡേവിഡ്. നിങ്ങൾക്ക് ആ പദം പറഞ്ഞപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഓർപ്പിച്ചു, ഫെലിസ്ത്യ രാജ്യത്തെ രാജാവാകുന്ന ആക്കീഷിന് വലിയ താല്പര്യമായിരുന്നു, സന്തോഷമായിരുന്നു ദാവീദിൽ. അടുത്ത രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം തന്നെ ഗത്ത് രാജാവിന് ദാവീദിലൂടെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രയേലും ഫെലിസ്ത്യരും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. കുഞ്ഞുങ്ങളെ, എന്താ ഒരു യുദ്ധമുണ്ടായി? നിങ്ങൾക്കറിയാം, ഇസ്രയേലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ദാവീദ് എവിടുത്തുകാരനാണ്? ദാവീദ് ഇസ്രയേലിയനാണ്.
ദാവീദ് ഇസ്രയേൽക്കാരനായതുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ദാവീദിനുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ദാവീദിനതൊരു ദുഃഖമായി തുറന്നു കാണും. എന്നാൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ദാവീദിൻ്റെ ആ ദുഃഖം മാറ്റത്തക്കവണ്ണം പോലെ ദൈവം പ്രവർത്തിച്ച എങ്ങനെയാണെന്നറിയാമോ? ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ദാവീദിൽ വിശ്വാസമില്ലാതെ വരികയും ഇസ്രയേലിനെതിരെ ദാവീദ് യുദ്ധം ചെയ്യുകയില്ല എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ദാവീദിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ സമ്മതിച്ചില്ല. ദാവീദിനെ അവിടെ ഒന്ന് മടക്കി അയക്കണമെന്ന് ആക്കീഷ് രാജാവിനോട് അല്ലെങ്കിൽ ഫിലിസ്ത്യ രാജാവിനോട് ചെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആക്കീഷ് രാജാവ് വിഷമിച്ചു. കാരണം വളരെ താല്പര്യമായിരുന്നു ദാവീദിനോട്. താൻ പറയുകയാണ്, ദാവീദിനോട് ചെന്ന് പറഞ്ഞു, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നീ പരമാർത്ഥിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നീ എനിക്ക് ബോധിച്ചവനാണ്, നിന്നിൽ ഞാൻ ഒരു ദോഷവും കാണുന്നില്ല, നിന്നെ ഒരു ദൈവദൂതനെ പോലെയാണ് ഞാൻ കാണുന്നത്. സാർ പറഞ്ഞ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ദാവീദിനെക്കുറിച്ച് ശത്രുരാജാവാകുന്ന ആക്കീഷ് പറഞ്ഞ സാക്ഷ്യങ്ങൾ എന്തൊക്കെയാ? പരമാർത്ഥിയാണ്, നീ എനിക്ക് ബോധിച്ചവനാണ്, നിന്നിലൊരു ദോഷവും കാണുന്നില്ല, നിന്നെ ഒരു ദൈവദൂതനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയക്കുവാനും ഇടയായിത്തീർന്നു. ആ ഭാഗമാണ് നിങ്ങൾക്ക് രണ്ടാമത് പഠിക്കുവാനുള്ള. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദാവീദിന് എതിരാകുന്നു എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. അപ്പം മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ഭാഗം അതിതാണ്, സിക്ലാഗ് അമാലേക്കര് കൊള്ളയിടുന്നു. സിക്ലാഗ് ഈസ് റോബ്ഡ് ബൈ അമാലേക്കൈറ്റ്സ്. ആ ഭാഗം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടില്ലോ എന്തായിരിക്കും അവിടുത്തെ വിഷയമെന്നുള്ളത്. സാറ് പറഞ്ഞല്ലോ, സിക്ലാഗിൽ ദാവീദിന് പാർക്കുവാനായിട്ട് ആഖീഷ് രാജാവ് അനുവാദം കൊടുത്തു. ഇസ്രായേലുമായിട്ട് ഉണ്ടായപ്പോഴും സിക്ലാഗിൽ പോയി താമസിക്കുവാനായിട്ട് അനുവാദം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കുഞ്ഞുങ്ങളെ ഒരു വലിയ യുദ്ധമുണ്ടാകുവാനിടയായിത്തീർന്നു. അതായത് അമാലേക്യര് വന്ന് ഈ സിക്ലാഗ് പട്ടണത്തെ പിടിക്കുവാനും ആ സിക്ലാഗ് പട്ടണത്തെ തീ വെച്ച് നശിപ്പിച്ചു. അപ്പോൾ തന്നെ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുവാനായിട്ടും ഇടയായിത്തീർന്നു. അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്നു, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആര്? അമാലേക്യര് വന്ന് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നിങ്ങൾ സിക്ലാഗിനെ കുറിച്ച് ബൈബിളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടോ? ആ സിക്ലാഗിൻ്റെ ഒരു ചെറിയ ചിത്രം ഞാൻ കാണിക്കാം. ആർക്കിയോളജിസ്റ്റൊക്കെ അത് പ്രൂവ് ചെയ്ത ഒരു ചിത്രം കൂടിയാണ്. അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം, ശ്രദ്ധിച്ചാലും. കുഞ്ഞുങ്ങൾ കണ്ടോ? അവിടെയുള്ള പാത്രങ്ങൾ അതൊക്കെ ദാവീദ് രാജാവ് ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ആ സിക്ലാഗ് കൊള്ളയടിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെന്നാണ് പുരാവസ്തു ഗവേഷകർ അത് കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ഈ സിക്ലാഗ് പട്ടണം അമാലേക്യര് തീ വെച്ച് ചുട്ട് നശിപ്പിക്കുവാൻ, അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയത് അറിഞ്ഞപ്പോൾ ദാവീദിന് വളരെ വിഷമമായി. പാഠപുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ബലമില്ലാതെയാകുവോളം കരഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് ദാവീദും തന്നോട് കൂടെയുള്ളവരും ബലമില്ലാതാകുവോളം കരഞ്ഞത്? ആ പട്ടണത്തെ തീ വെച്ച് ചുട്ടു നശിപ്പിക്കുന്നു, സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ബലമില്ലാതെയാകുവോളം കരഞ്ഞു എന്ന് കാണുവാനിടയായി തീർന്നു. എന്നാൽ ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. കുഞ്ഞുങ്ങളൊന്ന് വാ തുറന്ന് പറയാമോ? കുഞ്ഞുങ്ങൾ സാറിനോടൊപ്പം പറയാമോ? ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടു. എപ്പോഴാ? താൻ പാർത്തിരുന്ന സിക്ലാഗ്
ശത്രുക്കൾ വന്ന് ആക്രമിച്ചു, അമാലേക്കർ വന്ന് ആക്രമിക്കുന്നു, ചുട്ടുകളയുന്നു. അപ്പോൾ തന്നെ എന്താ സംഭവിച്ചേ? അവർ സ്ത്രീകളെയെല്ലാം പിടിച്ചു കൊണ്ടുപോകുവാനായിട്ടും ഇടയായി തീർന്നു. ദൈവത്തിൽ ധൈര്യപ്പെട്ടിട്ട് ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? ബസോർ തോട്ടിങ്കൽ വരെ അവരെത്തി. 600 പേരുമായിട്ടാണ് എത്തിയത്. ബസോർ എന്ന വാക്കിൻ്റെ അർത്ഥം പാഠപുസ്തകത്തിലുണ്ട്. സുവാർത്ത അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് എന്നുള്ളതാണ് ബസോർ എന്ന വാക്കിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങൾ മറക്കരുത്, ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ്. പല പരീക്ഷകളിലൊക്കെ അത് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ക്ഷീണിതരായിട്ട് 400 പേര് മാത്രമേ തോട് കടന്നുള്ളൂ. ക്ഷീണിതരായിട്ട് 200 പേരെ മടക്കി തോട്ടിൻ്റെ കരയിൽ ഇരുത്തുവാനായിട്ട് അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഇരുത്തുവാനായിട്ടും ഇടയായി തീർന്നു. അങ്ങനെ ബസോർ തോട് കടന്ന് ദാവീദ് എന്ത് ചെയ്യുന്നു? ദാവീദ് മടക്കിക്കൊണ്ടുപോയ അല്ലെങ്കിൽ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയ അവരുടെ സ്വത്തുക്കളും അവരുടെ സ്ത്രീകളെയും എല്ലാം മടക്കി കൊണ്ടുവരുവാനായിട്ടും ഇടയായി തീർന്നു. ആ ഭാഗമാണ് പ്രത്യേകിച്ച് സിക്ലാഗ്, അമാലേക്കർ കൊള്ളയിട്ടു എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. 4-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ശൗല്, യോനാഥാന് അവരുടെ ഒരു അന്ത്യം എന്നുള്ളൊരു ഭാഗം പഠിക്കുവാനായിട്ടുണ്ട്. എൻഡ് ഓഫ് സോൾ ആൻഡ് ജോനാഥാൻ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് ഈ പാഠപുസ്തകത്തിൽ പഠിക്കുവാനായിട്ടുണ്ട്. മുൻപും സാറ് ആ ഭാഗങ്ങളൊന്ന് ദാവീദിനെക്കുറിച്ചുള്ള ആരംഭ പാഠത്തിലും ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നതാണ്. ഫെലിസ്ത്യരും ഇസ്രായേലുമായിട്ട് വലിയ യുദ്ധം നടക്കുകയാണ്. ഫെലിസ്ത്യരും ആ കാലഘട്ടവും ഒരു യുദ്ധമുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ പാഠപുസ്തകത്തിലും ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന ചരിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കൂട്ടുകാരെ, ഫെലിസ്ത്യരുമായിട്ട് വലിയ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഗിൽബോവ പർവ്വതത്തിൽ വെച്ചാണ് ആ യുദ്ധം നടക്കുവാൻ ഇടയായിത്തീരുന്നതും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ശൗലും തൻ്റെ മക്കളാകുന്ന യോനാഥാന്, അബീനാദാബ്, മൽക്കിശുവ ഇവരൊക്കെ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ മക്കൾ യോനാഥാൻ, അബീനാദാബ്, മൽക്കിശുവ ഒക്കെ അവർ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടെങ്കിൽ ശൗല് സ്വയം മരിക്കുവാനായിട്ടാണ് ഇടയായത്. തൻ്റെ വാളിന്മേൽ തന്നെ വീണ് മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ് ശൗലിനോട് ദൈവം അങ്ങനെ ചെയ്തെന്നറിയാമോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യം കൂടാണത്. ശൗല് ദൈവത്തോട് എപ്പോഴും അതിക്രമം കാണിച്ചു, ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചില്ല. അപ്പോൾ തന്നെ വെളിച്ചപ്പാടത്ത് സ്ത്രീയോട് പോയി അരുളപ്പാടുമൊക്കെ ശൗല് പോയി ചോദിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ കാരണത്താൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിൻ്റെ കോപം വരുവാനും ശൗല് സ്വയമായിട്ട് മരിക്കേണ്ടിയ ഒരു സന്ദർഭമുണ്ടാകുകയും ഇടയായിത്തീർന്നു. അതോടുകൂടി ആ ശൗൽ അല്ലെങ്കിൽ അവരുടെ മക്കൾ ആ ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ആ ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ ശൗൽ കുടുംബത്തിൻ്റെ അവസാനവും കടന്നു വരികയാണ്. അതാണ് അടുത്തൊരു ഭാഗവും നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ശൗൽ ഗൃഹത്തിൻ്റെ അന്ത്യം, ദാവീദ് ഗൃഹത്തിൻ്റെ ആരംഭവും എന്താണ്? എൻഡ് ഓഫ് സോൾസ് ഡൈനാസ്റ്റി ആൻഡ് ബിഗിനിങ് ഓഫ് ഡേവിഡ്സ് ഡൈനാസ്റ്റി. ഞാൻ ഓർപ്പിച്ചല്ലോ, ശൗല് മരിച്ചു. അപ്പോൾ തന്നെ അടുത്ത തൻ്റെ മക്കളായിരുന്നു ഭരണമേൽക്കേണ്ട മക്കൾ 3 പേര് മരിക്കുന്നു. സ്വാഭാവികമായിട്ടും ദാവീദ് രാജാവായിട്ട് വരേണ്ടതാണ്. എന്നാൽ ദാവീദ് പെട്ടെന്നതിന് തയ്യാറായില്ല. കുഞ്ഞുങ്ങളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ യഹൂദ പട്ടണങ്ങളിൽ ഒന്നിൽ പൊയ്ക്കൊള്ളട്ടെ? ദൈവം പൊയ്ക്കൊള്ളാൻ പറയുന്നു. വീണ്ടും ദാവീദ് എന്താ കുഞ്ഞുങ്ങളെ ചോദിച്ചെന്നറിയാമോ? ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്, ഏത് പട്ടണത്തിലേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത ആലോചന എന്താണെന്നറിയാമോ? ഹെബ്രോനിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞു. അവിടെ ഹെബ്രോനിൽ ചെന്ന സമയത്ത് യഹൂദയിലെ അവിടുത്തെ മൂപ്പന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ദാവീദ് രാജാവാകണമെന്ന് ആവശ്യപ്പെടുകയും 2 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ ആ ഭാഗം കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ വെച്ച് യഹൂദയുടെ മാത്രം രാജാവായിട്ട് ദാവീദിനെ വീണ്ടും
അഭിഷേകം ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ അഭിഷേകമായിട്ട് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ 3 അഭിഷേകമുണ്ടെന്ന്. ആ രണ്ടാമത്തെ അഭിഷേകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ശൗലിൻ്റെ മറ്റൊരു മകനായ ഈശ്ബശത്ത് എന്താ ചെയ്തതെന്നറിയാമോ? ശൗലിൻ്റെ സേനാധിപനായിരുന്ന അബ്നേറിൻ്റെ സഹായത്താൽ, ആ പേര് മറക്കരുത്, ശൗലിൻ്റെ സേനാധിപനായിരുന്നു അബ്നേർ. അബ്നേറിൻ്റെ സഹായത്താൽ ശൗലിൻ്റെ മറ്റൊരു മകനായിരുന്ന ഈശ്ബശത്ത് രാജഭരണം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായതായിട്ട് നമുക്ക് കാണുന്നു. അത് മഹനീയം തലസ്ഥാനമാക്കിക്കൊണ്ട് ഭരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ 2 വർഷം മാത്രമേ ഈശ്ബശത്തിനെ ഭരിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. എന്താ പിന്നെ സംഭവിച്ചെന്നറിയാമോ? ഈശ്ബശത്തും അബ്നേറുമായിട്ട് പിണക്കത്തിലാകുന്നതിനും ദാവീദിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിനും ഒക്കെ ഇടയാകുന്നു. എന്നാൽ അബ്നേറിനെ യോവാബ് ആക്രമിക്കുവാനും അബ്നേറിൻ്റെ മരണം സംഭവിച്ചതായിട്ടും നമുക്ക് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, ദൈവ ഇഷ്ടമല്ലാത്ത നിലയിൽ ഈശ്ബശത്ത് പ്രവർത്തിച്ചോ നിമിത്തമായിട്ട് ഈശ്ബശത്തിൻ്റെ 2 പടനായകരായിരുന്ന ബാന, രേഖാബ് എന്നിവർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഈശ്ബശത്തിനെ ആക്രമിക്കുവാനും കൊന്നുകളയുവാനായിട്ടും ഇടയായിത്തീർന്നു. അങ്ങനെ ഹെബ്രോനിൽ ഈ ഈശ്ബശത്തിനെ അടക്കം ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കുഞ്ഞുങ്ങളെ, ദാവീദിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്, രാജകീയ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഇസ്രായേലിലെ മുഴുവൻ ഭരണമേൽപ്പിക്കുവാനായിട്ട് ആ ശൗലിൻ്റെ ഗൃഹത്തെ, അല്ലെങ്കിൽ ആ ഡൈനാസ്റ്റിയെ മുഴുവനായിട്ട്, ആ രാജവംശത്തെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യുന്നൊരു ചരിത്രമാണ് ആ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഈ പാഠപുസ്തകത്തിലെ സമാപന ഭാഗത്തിലേക്ക്, 6ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. അതിങ്ങനെയാണ്: ദാവീദ് ഇസ്രയേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നു. ഡേവിഡ് ബിക്കംസ് കിങ് ഇൻ ജെറുസലേം. മുമ്പ് ഞാൻ ഓർപ്പിച്ചല്ലോ, യഹൂദയിലെ മാത്രം രാജാവായിട്ടാണ് ദാവീദ് ആയതെങ്കിൽ, എന്നാൽ ഈ ഈശ്ബശത്തിൻ്റെയൊക്കെ മരണശേഷമായിട്ട് ഇസ്രായേൽ ഗോത്രങ്ങളിലെ മുഴുവൻ പ്രഭുക്കന്മാരും അല്ലെങ്കിൽ ഗോത്ര തലവന്മാരും കൂടിയിട്ട് അവർ 2 ശമൂവേലിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കണം. 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിലേക്കൊക്കെ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദാവീദിൻ്റെ അടുത്ത് വരികയും എല്ലാ ഇസ്രായേലിലും തലവനായിട്ടിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. അത് 3-ാമത്തെ അഭിഷേകമാണ്. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ. കൂട്ടുകാർ കണ്ടോ, ഇപ്പോഴാണ് ദാവീദ് ദൈവനിയോഗത്താൽ എല്ലാ ഇസ്രയേലിൻ്റെയും തലവനായിട്ട് വരുവാനായിട്ട് ഇടയായിത്തീർന്ന് എല്ലാ ഗോത്ര തലവന്മാരും കൂടിയിട്ട് അവരൊന്നിച്ചുകൂടി അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഹെബ്രോനിൽ യഹൂദയിൽ മാത്രം ഏതാണ്ട് 7 വർഷവും 6 മാസവും ദാവീദ് ഭരിച്ചു. യെരുശലേം കേന്ദ്രമാക്കി എല്ലാ ഇസ്രായേലിനുമായിട്ട് ദാവീദ് 33 വർഷം ഭരണം നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പം കൂട്ടുകാരെ, എത്ര വർഷമായി ടോട്ടല്? 40 വർഷം ദാവീദ് ഭരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം തുടക്കത്തിൽ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞല്ലോ, ഒരാട്ടിടയ ബാലനായിരുന്ന ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും രാജാവായില്ല. രാജാവായിട്ട്
അഭിഷേക തൈലം ശൗമേൽ പ്രവാചകനിലൂടെ തലമേൽ വീണു. എന്നാൽ നാളുകൾ പിന്നെയും കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിലേക്ക് വന്നപ്പോഴാണ് താൻ രാജാവാകുന്നതിനും പിന്നത്തേതിൽ എല്ലാ ഇസ്രായേലിനും തലവനായിട്ട് അങ്ങനെ 40 വർഷം നല്ല ഭരണം നടത്തുവാനായിട്ടും ഇടയായിത്തീർന്നു. ഈ പാഠഭാഗത്തിലൂടെ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. തക്ക സമയത്ത് മാനിക്കുന്ന ദൈവമാണ്. അതാണ് ദാവീദിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലും നിങ്ങളുടെ മേലുമുള്ള വാഗ്ദത്തങ്ങൾ ദൈവം വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രതികൂലങ്ങളിൽ ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടതുപോലെ കുഞ്ഞുങ്ങളും കർത്താവിൽ ധൈര്യപ്പെടണമെന്ന് അർപ്പിച്ച് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഭാഗങ്ങൾ കൂടെ ഓടിച്ച് നോക്കുവാൻ ഓർപ്പിക്കുന്നു. ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ ആ പാഠപുസ്തകം ഒന്ന് എടുത്തേ. ആ ചോദ്യങ്ങളിൽ 1-ാമത്തെ ക്വസ്റ്റ്യനിൽ ശൗലും കൂട്ടരും ശത്രുരാജ്യത്ത് ഗത്ത് രാജാവായ ആക്കീഷിൻ്റെ അടുക്കൽ പോകുവാൻ കാരണം എന്തെന്ന് അവിടെ കാണുന്നു. എന്നാൽ അവിടെ ഒരു തിരുത്തുണ്ട്. ദാവീദും കൂട്ടരുമെന്നാണ് ആ ഭാഗത്ത് നിങ്ങൾ തിരുത്തി വായിക്കേണ്ടത്. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ അത് കറക്റ്റുമാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. 10 ചോദ്യങ്ങൾ അതിൽ എല്ലാം തന്നെ സാറ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇത് നിങ്ങൾ എഴുതുകയും നിങ്ങളുടെ നോട്ടുകൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാനായിട്ടും ഓർപ്പിക്കുന്നു. 2 ശമൂവേൽ 5:10 നിങ്ങളുടെ മനപ്പാഠ ഭാഗം. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വളരെ ബലം പകരുന്ന ഒരു മനപ്പാഠ ഭാഗം കൂടാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നുവെന്ന് ആ മനപ്പാഠവും നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നു. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ അയച്ചു കൊടുക്കുവാനായിട്ടും പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഒരു ടാസ്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. രാജാവ് ആകുന്നതിന് മുൻപ്, ഈ പാഠപുസ്തകത്തിൽ തന്നെ രാജാവ് ആകുന്നതിന് മുൻപ് തനിക്ക് ഉണ്ടായ സിക്ലാഗിലുണ്ടായ ചില അനുഭവങ്ങളെ നിങ്ങൾ ഒരു പേജിൽ ഒരു കുറിപ്പായിട്ട് എഴുതുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതായത് രാജാവ് ആകുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ ജീവിതത്തിലുണ്ടായ സിക്ലാഗിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ. ചിലപ്പോൾ പരീക്ഷകളിലൊക്കെ എസ്സേ രൂപത്തിൽ അത് ചോദിക്കുന്നതുമാണ്. നിങ്ങളത് എഴുതുവാനായിട്ടും പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. അപ്പോൾ സാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെന്ന് കണ്ണുകളടച്ച്, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ദാവീദ് രാജാവാകുന്നു എന്നുള്ള പാഠത്തിലൂടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണെന്ന്, നാളുകൾക്ക് മുമ്പ് അഭിഷേക തൈലം തലയിൽ വീണ് അനേക ക്ലേശങ്ങളിൽ, വനാന്തരങ്ങളിൽ, ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ, ഒളിയിടങ്ങളിൽ, ശത്രുരാജ്യത്ത് പോലും ഒളിച്ചിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം തക്ക സമയത്ത് ഉയർത്തി രാജകീയ പദവിയിലെത്തിച്ചുവെന്ന് കുഞ്ഞുങ്ങളുമായി പങ്കുവെച്ചത് അത് ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാക്കുകയും അവരുടെ ജീവിതത്തിൽ ഈ പാഠഭാഗത്തിലൂടെ ദൈവിക വിശ്വാസം വർദ്ധിക്കുവാനും, ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നില്ല, ദൈവം തക്ക സമയത്ത് ഉയർത്തുമെന്ന് ബോധ്യമാക്കുവാൻ അവരെ പ്രാപ്തരാക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ഓക്കെ കുഞ്ഞുങ്ങളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.